കഥേമമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായി. ഇന്ന് അങ്ങനെ പറഞ്ഞു തന്നെ നമുക്ക് തുറക്കാം, അല്ലേ സാർ? അതെ. ഇന്ന് നമ്മൾ സമർത്ഥ രാമദാസിനെ പറ്റിയാണ് പറയുന്നത്. അതാരാണ് സമർത്ഥ രാമദാസ്? ശിവജിയുടെ കാലത്തെ വലിയ ഗുരുവും സന്യാസിയും മഹാരാഷ്ട്രയിൽ. അപ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച സന്യാസ സമൂഹം ആണ് ഈ സമർത്ഥ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓ, അങ്ങനെ ഒരു സന്യാസ സമൂഹത്തിന്റെ പേരാണ് സമർത്ഥ എന്ന് പറയുന്നത്. അതെ, സമർത്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ശിവജിയുടെ ഗുരുവാണ് എന്ന് കുറേ ചരിത്രകാരന്മാർ പറയും. സമകാലീനരാണ് അവര്. ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് സംഭാവനയൊക്കെ വളരെ ഉദാരമായിട്ട് ശിവജി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പോൾ ഇദ്ദേഹം ശിവജിയുടെ ഗുരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്താവാദത്തിനെതിരാണ്. അതെ, മറാത്തയിലെ രാഷ്ട്രീയക്കാർ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. കാരണം ഇപ്പോൾ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുന്നതിൽ തന്നെ വലിയ താല്പര്യമില്ലല്ലോ ഈ പവാർ മറ്റേ ഉദ്ധവ് താക്കറെ സംഘത്തിനൊക്കെ. അല്ല, അവർക്ക് അവരുടെ രാഷ്ട്രീയ കാരണങ്ങളാണ്. അതെ, അവർക്ക് അവരാരെങ്കിലും ആവുന്നതാണ് താല്പര്യം. ശിവജി ഞങ്ങളുടെ മാത്രം ആളാണ് എന്ന് പറയുന്ന പോലെയാണിത്. അപ്പോൾ ഇത് ഗുരു എന്ന് പറഞ്ഞാൽ അവർ ശുഭിതരാകും എന്നുള്ളതിന് പല തെളിവുകൾ സമീപകാലത്ത് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമർത്ഥ രാമദാസിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പല ഗുരുക്കന്മാരും കഥകൾ പറയുമല്ലോ. ഇപ്പം മാതാമൃതാനന്ദമയ്യൊക്കെ കൃഷ്ണൻ്റെ കഥയൊക്കെ പറയുന്നതൊക്കെ പോലെ അടുത്ത കാലത്ത് ഈ ജഗ്ഗി വാസുദേവ്, നമ്മുടെ കോയമ്പത്തൂർ സദ്ഗുരു, അദ്ദേഹം ഒരു കഥ പറഞ്ഞു 2 കൊല്ലം മുമ്പ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ 1.3 കോടി സബ്സ്ക്രൈബേഴ്സുള്ള ആളാണ്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല കഥ പറഞ്ഞു, സമർത്ഥ രാമദാസിൻ്റെ. അപ്പോൾ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, ഗുരു രാമദാസ് ഈ ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത്. ഓരോ വീടുകളിൽ പോയി. അക്കാലത്തെ സംവിധാനം അങ്ങനെയാണല്ലോ, കോർപ്പറേറ്റുകൾ കൊണ്ടുപോയി കാശ് കൊടുക്കില്ലല്ലോ സന്യാസിമാർക്ക്. അങ്ങനെ ഭിക്ഷ എടുക്കുന്നത് ശിവജി ബാൽക്കണിയിൽ നിന്ന് കണ്ടു, കൊട്ടാരത്തിൻ്റെ. അപ്പോൾ എൻ്റെ ഗുരുവാണല്ലോ ഇദ്ദേഹം, എൻ്റെ ഗുരുവായിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പിച്ചതണ്ടി ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ശിവജി വിചാരിച്ചു. എനിക്ക് മോശമല്ലേ അത്, എൻ്റെ ഗുരു ഇങ്ങനെ പിച്ചതണ്ടി ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇതെനിക്ക് മോശമാണ്. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ഈ രാജ്യം തന്നെ തരാം, ഇങ്ങനെ പിച്ചതണ്ടി ജീവിക്കരുത് എന്ന് പറഞ്ഞു. ശരി, നീ എനിക്ക് രാജ്യം തന്നാൽ അപ്പം നീ എന്ത് ചെയ്യും? നിനക്ക് രാജ്യം ഭരിച്ചാണല്ലോ പരിചയം, എനിക്കിത് ശീലമാണ്. അപ്പം ഞാൻ എനിക്ക് രാജ്യം തന്നിട്ട് നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ശിവജി പറഞ്ഞു, അപ്പോഴും ഞാൻ അങ്ങയുടെ കൂടെ അങ്ങേ എന്തൊക്കെ ചെയ്യുന്ന ഞാൻ അതൊക്കെ ചെയ്യും. അല്ല, ഞാൻ പിച്ചതണ്ടാണ്. അപ്പോൾ ഞാൻ അങ്ങയുടെ ചുറ്റും നടന്ന് ഞാനും അത് തന്നെ ചെയ്യും. അപ്പോൾ രാജ്യം ഗുരുവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ശിവജി രാജ്യം കൊടുത്താലും ഗുരു എന്താ ചെയ്യുക? പിച്ചതണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുക. അപ്പോൾ ഗുരു പറഞ്ഞു, അത് വേണ്ട. ഗുരു ഒരു കാവി തുണി ശിവജിക്ക് കൊടുത്തു. ഇത് നീ ബാനറാക്കുക, നിന്റെ മുദ്ര ആക്കുക, നിന്റെ കൊടി ഈ കാവി, എന്നിട്ട് അത് ഉയർത്തുക. അപ്പോൾ അത് മറ്റേ ഭഗവത് ഇതാണല്ലോ, കൊടിയാണ്. അപ്പോൾ രാജ്യം സ്വന്തമാണെന്ന് കരുതാതിരിക്കുക, ഇത് ഉയർത്തുക. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യം എൻ്റേതല്ല എന്ന് തോന്നുമ്പോൾ അത് നിൻ്റെ സ്വന്തമാകും. ഈ രാജ്യം എൻ്റേതല്ല എന്ന് നീ കരുതിയാൽ ഇത് നിൻ്റെ സ്വന്തമാവും. അപ്പോൾ അങ്ങനെ ജനത്തിന് നന്മ ചെയ്യാനും തോന്നും. ഇതെൻ്റേതല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഇതൊരു ട്രസ്റ്റ് പോലെ വന്നിരിക്കുന്ന ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നും. അങ്ങനെയാണ് ശിവജിക്കൊരു കാവി കൊടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒക്കെ കാണുന്ന കാവിക്കൊടിയുടെ ഉദയം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് ജഗ്ഗി വാസുദേവ് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ NCPയുടെ MLA ജിതേന്ദ്ര
അവഹദ് അന്ന് തന്നെ പറഞ്ഞു, പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് NCP പവാറിൻ്റെ, ഇത് മറാത്തകൾക്ക് അപമാനമാണ്, സദ്ഗുരു മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു. സദ്ഗുരു മാപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ. സദ്ഗുരു അത് പറഞ്ഞു, അത് നിന്നു. ഈ കാര്യം, അതായത് ശിവജിയുടെ ഗുരുവായിരുന്നു സമർത്ഥ രാമദാസ് എന്ന് മഹാരാഷ്ട്രയിലെ ഗവർണർ കോഷിയാരി പറഞ്ഞപ്പോൾ പുള്ളിയും പുലിവാല് പിടിച്ചു. കോഷിയാരി പറഞ്ഞത് അന്ന് വലിയ കോൺട്രവേഴ്സി ആയിട്ട് വന്നു. ശിവജിയുടെ കുടുംബത്തിൽ നിന്നുള്ള BJPയുടെ MP ഉദയനരാജ ഭോസ്ലെ, ഈ പൈതൃകമുള്ള ആളാണ്, അദ്ദേഹവും രംഗത്ത് വന്നു ശുഭിതനായി. സമർത്ഥ രാമദാസ് ഗുരുവൊന്നുമല്ല, ശിവജിയുടെ അമ്മ തന്നെയായിരുന്നു ശിവജിയുടെ ഗുരു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ചരിത്രകാരൻ ശ്രീമദ് കൊക്കാട്ടെ ഇപ്പോൾ പറയുന്നു, ഇത് ബ്രാഹ്മിൻ ഹെജിമണിയുടെ ഭാഗമാണ്, സമർത്ഥ രാമദാസ് ഗുരുവാണെന്ന് പറയുന്നത്. അവർ ഈ സമർത്ഥ രാമദാസും ശിവജിയും ഒന്നിച്ച് കണ്ടതിന് തെളിവൊന്നുമില്ല. നമുക്ക് പണ്ട് ഈ ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടല്ലല്ലോ, ഐതിഹ്യം വഴിയാണല്ലോ കൈമാറി വരുന്നത്, കഥകളിൽ കൂടിയാണ്. അപ്പോൾ കണ്ടതിന് തെളിവില്ല. ചരിത്രകാരൻ സഞ്ജയ് സോണാവാനി പറയുന്നുണ്ട്, രാമദാസിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ശിവജി സംഭാവന കൊടുത്തതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ത് രാമദാസ് സ്വാമി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. 1608 ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1681 സമാധി. സന്യാസിയായിരുന്നു, കവിയായിരുന്നു, തത്വചിന്തകനായിരുന്നു, രാമൻ്റെയും ഹനുമാൻ്റെയും ഭക്തനായിരുന്നു. ഈ 12 കൊല്ലം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. 12 കൊല്ലം അദ്ദേഹം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ യാത്ര ചെയ്തു, മൊത്തം കോണ്ടിനെൻറ്റിൽ. ബാലഗംഗാധർ തിലക്, RSSൻ്റെ സ്ഥാപകൻ ഹെഡ്ഗേവാർ, സവർക്കർ, ഇവരിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ് ഈ സമർത്ഥ രാമദാസ്. അത് അവരൊക്കെ ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള, സമർത്ഥ രാമദാസ് എഴുതിയിട്ടുള്ള മാരുതി സ്തോത്രം കുട്ടികളൊക്കെ ചൊല്ലാറുണ്ട്. കുടുംബങ്ങളിൽ, അഖാഡകളിൽ ഇത് ചൊല്ലുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് സന്യാസികളുടെ. അപ്പം തന്നെ സ്വാധീനം അറിയാമല്ലോ. നാരായൺ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര്. ജൽന ജില്ലയിലെ ജാംബിൽ ആണ് ജനിച്ചത്, ജാംബ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. രാമനവമി ആഘോഷം തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. മറാത്തി ദശാഷ്ട ഋഗ്വേദി ബ്രാഹ്മണൻ ആയിരുന്നു. സൂര്യാജി പന്ത്, റാണുബായ്, തോസർ, ഇത് അച്ഛനും അമ്മയും. ചേട്ടൻ ഗംഗാധർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി, ദാരിദ്ര്യത്തിലായി. പിന്നെ 12 വീണ്ടും വരുന്നു. 12ാമത്തെ വയസ്സിൽ വിവാഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വിവാഹ പന്തലിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയത് സാവധാൻ എന്ന് കേട്ടപ്പോഴാണ് ഒളിച്ചോടിയത് എന്നാണ് കഥ. എങ്ങനെ എല്ലാം സാവധാനത്തിൽ വേണ്ട എന്ന് തോന്നിയിട്ട് ഒളിച്ചോടിയതാണ്. ഗോദാവരി കരവഴി പഞ്ചവടി, നാസിക്കിൻ്റെ അടുത്ത് പഞ്ചവടിയിലെത്തി. 200 കിലോമീറ്റർ നടന്നിട്ടാണ് അവിടെ എത്തിയത്. നാസിക്കിനടുത്ത് താക്ലി, അവിടെ ഗോദാവരിയുടെയും നന്ദിനി നദിയുടെയും സംഗമസ്ഥാനാണ്. ആ താക്ലിയിൽ 12 കൊല്ലം, പിന്നെയും 12 കൊല്ലം താമസിച്ചു അവിടെ. ഒരു സ്ത്രീ വിധവയാണെന്നറിയാതെ നീ ദീർഘസുമംഗലിയായിട്ട് വാഴും എന്ന് ഇദ്ദേഹം അനുഗ്രഹിച്ചു എന്ന്. ഇവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് സുമംഗലിയായിരിക്കുക? അപ്പോൾ അത് അബദ്ധമായല്ലോ ഈ അനുഗ്രഹം കൊടുത്തത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയ ഭർത്താവിനെ പുനരുജ്ജീവിപ്പിച്ചു. ഈ മിറക്കിൾ ആണ് അദ്ദേഹത്തിനെ അക്കാലത്ത് വലിയ പ്രശസ്തനാക്കിയതെന്നാണ് ഐതിഹ്യം. 24ാമത്തെ വയസ്സിൽ ജ്ഞാനോദയമുണ്ടായി. അത് കഴിഞ്ഞ് ചാണകത്തിൽ തീർത്തൊരു ഹനുമാനെ പ്രതിഷ്ഠിച്ചു. പിന്നെയും 12 കൊല്ലം യാത്ര. അശ്മനി സുൽത്താനിയ, പ്രചാരക നിരൂപണം തുടങ്ങിയ പുസ്തകങ്ങളിൽ യാത്രകളുടെയൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ട്. 1100 മഠങ്ങൾ സ്ഥാപിച്ചതായിട്ടാണ് പറയുന്നത്. അത്രയൊന്നും ഇല്ല എന്ന് ചിത്രകാർ പറയുന്നുണ്ട്, കൂട്ടി പറയുന്നതാണ്.
11 മാരുതി ക്ഷേത്രങ്ങൾ ഇദ്ദേഹം സ്ഥാപിച്ചത് നിലനിൽക്കുന്നുണ്ട്. അതാണ് സമർത്ഥ രാമദാസിൻ്റെ കഥ. ഏതായാലും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഈ ഭഗവദ്ധ്വജത്തിൻ്റെ കഥയാണ്. ഭഗവ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ ആ കൊടി ശിവജിക്ക്, ഛത്രപതി ശിവാജിക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവരുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാവുന്നവരുണ്ടാകുമായിരിക്കും, സദ്ഗുരുവിൻ്റെ പ്രഭാഷണം കേട്ടവരും അല്ലാതെ മനസ്സിലാക്കിയവരും ഉണ്ടാവാം. എന്നാൽ പോലും ഒരു പുതിയ ഇൻഫർമേഷനാണ്. ഈ കഥയമ്മ രസകരമായിരുന്നു. അടുത്ത കഥയമ്മയായി നാളെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.